നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ വേദന തരുന്നതും എന്താണെന്നറിയാമോ? അത് നമ്മുടെ ബന്ധങ്ങളാണ്. ഒരു വാക്ക് മതി ഒരു ബന്ധം തളിർക്കാൻ. എന്നാൽ ഒരു വാക്ക് മതി വർഷങ്ങളുടെ ആഴമുള്ള ബന്ധം കരിഞ്ഞു പോകാനും. നമ്മുടെ ഈഗോ ജയിക്കാൻ വേണ്ടി നമ്മൾ തോൽപ്പിച്ചു കളഞ്ഞ എത്ര മനുഷ്യർ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ നോമ്പ് കാലത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിന്റെ ന്യായങ്ങളാണോ അതോ നിന്റെ പ്രിയപ്പെട്ടവരാണോ നിനക്ക് വലുത്? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു വലിയ ദൈവിക രഹസ്യം ഒളിച്ചു വെച്ചിട്ടുണ്ട്. 1-ാം മാസം 14-ാം തീയതിയാണ് പെസഹ ആഘോഷം. എന്നാൽ അതിനു മുമ്പ്, അതായത് 7 ദിവസത്തോളം ദേവാലയം ശുദ്ധീകരിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ ദേവാലയം കല്ലും മണ്ണും കൊണ്ടുള്ളതല്ല, അത് നമ്മുടെ ഹൃദയങ്ങളാണ്. അവിടെ മനുഷ്യരോടുള്ള ദേഷ്യവും കുറ്റപ്പെടുത്തലും ഞാനാണ് ശരിയെന്ന വാശിയും കുന്നുകൂടി കിടക്കുമ്പോൾ നമുക്കെങ്ങനെ വിശുദ്ധിയോടെ പെസഹ ആഘോഷിക്കാൻ കഴിയും? വചനം പറയുന്നത് അറിയാതെ പിഴച്ചു പോയവർക്കും അറിവില്ലാത്തവർക്കും വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാനാണ്. പലപ്പോഴും നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്നത് അറിയാതെയാകാം, അല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ ദേഷ്യം കൊണ്ടാകാം. ആ മുറിവുകൾ ഉണക്കാതെ നമ്മുടെ ഉള്ളിലെ ആ ദേവാലയം ഒരിക്കലും ശുദ്ധമാവുകയില്ല. ഈ നോമ്പ് കാലത്ത് നമ്മൾ വേദനിപ്പിച്ച ബന്ധങ്ങളെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ? വീണ്ടും ഒന്ന് കൂട്ടിയിണക്കാൻ ശ്രമിച്ചാലോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു മെസ്സേജ് അയക്കാൻ നമുക്ക് കഴിയുമോ? പഴയതെല്ലാം മറന്ന് ആ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ സഹോദരനെയോ സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെയോ അയൽക്കാരെയോ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഈഗോ അനുവദിക്കുമോ? ചിന്തിച്ചു നോക്കുക. 1-ാം മാസം 14-ാം തീയതി പെസഹ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൈകൾ കോർത്ത് പിടിക്കേണ്ടത് ആ അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടായിരിക്കണം എന്നതാണ് ഈ നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം വാതിൽ പടിക്കൽ തളിച്ചതുപോലെ ക്ഷമയും കരുണയും കൊണ്ട് നമ്മുടെ ബന്ധങ്ങളുടെ വാതിലുകളെ നമുക്ക് വിശുദ്ധീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, അങ്ങയുടെ ആലയമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരവും വാശിയും മാറ്റിത്തരണമേ. തകർന്നു പോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനും വിദ്വേഷം മാറ്റി സ്നേഹം നിറയ്ക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. 1-ാം മാസം 14-ാം തീയതിയിലെ പെസഹ സന്തോഷം ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും നിറയട്ടെ. ആമേൻ.